ഇടതുപക്ഷം മുന്നോട്ട് വെച്ചിട്ടുള്ള ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ബേസ്ഡ് ആയിട്ടുള്ള വികസന മോഡൽ ശരിയല്ല. ഇൻകം ലെവലോ അല്ല അതുപോലുള്ള കാര്യം കൺസംഷൻ്റെ കാര്യങ്ങളോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ്സിനേക്കാൾ ഉയർന്ന രൂപത്തിലുണ്ടാകുന്ന കൺസംഷൻ കേരളത്തിൽ നടക്കുന്നുണ്ട്. 64,000 കുടുംബങ്ങളേ ഉള്ളൂ കേരളത്തിൽ. അതൊക്കെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ് ആണ്. അത് എന്താണോ നമ്മൾ അന്ന് വിഭാവനം ചെയ്തിരുന്നത് അതിൽ നിന്ന് കുറേയേറെ കാര്യങ്ങൾ പുറകോട്ട് പോയിട്ടുണ്ട്. ഞാനത് സമ്മതിക്കും. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫൈനാൻസ് എന്നുള്ള നിലയിൽ തന്നെ ഈ ബഡ്ജറ്റിൻ്റെ അകത്ത് വരാത്ത രൂപത്തിലുണ്ടാകുന്ന എക്സ്ട്രാ ബഡ്ജറ്ററി രൂപത്തിലുണ്ടാകുന്ന സംവിധാനങ്ങളെ കുറിച്ചിട്ടുള്ള ആലോചന നടക്കണം. ആ നിലയ്ക്ക് അത് സയൻറ്റിഫിക്കാണ്. കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ പൈസ തരുന്ന അവസരത്തിൽ ഓരോ സംസ്ഥാനവും നേടിയിട്ടുള്ള നേട്ടങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ചേഞ്ചിനാണ് നമ്മൾ ഊന്നൽ കൊടുക്കണം. അതിനാണ് ഇന്നത്തെ ഫെഡറൽ വ്യവസ്ഥയിൽ സാധിക്കുന്നില്ല. അത് നമ്മൾ കേരളം പോലുള്ളൊരു സംസ്ഥാനം നേരിടുന്ന പ്രശ്നം. കേരളത്തിൻ്റെ വികസന ചർച്ചകളിൽ കഴിഞ്ഞ 4 പതിറ്റാണ്ടായി വളരെ സജീവമായി പങ്കെടുക്കുന്ന ഒരാളാണ് ഡോക്ടർ TP കുഞ്ഞിക്കണ്ണൻ. സാമ്പത്തിക ശാസ്ത്ര അധ്യാപകനായിരുന്നു, പൊതുപ്രവർത്തകനായിരുന്നു, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ജനകീയാസൂത്രണം പോലെയുള്ള പ്രധാനപ്പെട്ട സർക്കാർ പദ്ധതികളിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. നമസ്കാരം മാഷെ ഈ പരിപാടിയിലേക്ക്. മാഷെ ഒരു 4 പതിറ്റാണ്ടിലേറെ കാലമായിട്ട് കേരളത്തിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നേരിട്ട് വളരെ സജീവമായിട്ട് ഇടപെട്ടുള്ള ഒരാളാണ്. കേരളത്തിൻ്റെ വികസന ചർച്ചയിൽ ആദ്യകാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒന്നായിട്ട് വന്നത് നമ്മുടെ ഈ ലിറ്ററസിയായിട്ട് ബന്ധപ്പെട്ട ക്യാമ്പയിൻ, എറണാകുളത്തൊരു ലിറ്ററസി ക്യാമ്പയിൻ വന്നു. പിന്നീട് ഓൾ കേരള വന്നു. അതിനുശേഷമാണ് ജനകീയാസൂത്രണം വന്നത്. ഈ ചരിത്രപരമായിട്ടുള്ള അനുഭവങ്ങൾ അത് കേരളത്തിൻ്റെ വളർച്ചയെ, കേരളത്തിൻ്റെ ഇന്നത്തെ കേരളം ഉണ്ടാക്കുന്നതിൽ ഈ തരത്തിലുള്ള ജനകീയ പ്രസ്ഥാനങ്ങൾ ഏത് തരത്തിലുള്ള പങ്ക് വഹിച്ചു എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി പുറകിൽ നിന്ന് പരിശോധിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. പുറകിൽ നമ്മൾ പറയുമ്പോൾ ഒരു സാധാരണ നമ്മൾ ഇത്തരം ചർച്ചകൾ ആരംഭിക്കുന്നത് നമ്മുടെ ഒരു സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആ പ്രസ്ഥാനങ്ങൾക്കും ചില പ്രത്യേകതകൾ കേരളത്തിലുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഒരു അടിത്തട്ടിൽ നിന്ന് മുകളിലേക്ക് വന്നിട്ടുള്ള പ്രസ്ഥാനങ്ങളായിരുന്നു എന്നുള്ളതാണ് മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി. ഇപ്പോൾ വിവേകാനന്ദൻ കേരളം സന്ദർശിച്ച അവസരത്തിൽ നമ്മളെ ഭ്രാന്താലയം എന്ന് ചിത്രീകരിക്കുകയുണ്ട് എന്ന് പറയുന്നത്. അതെ, പക്ഷേ ഒരു 80 കൊല്ലത്തോളം കഴിയുമ്പോഴത്തേക്കും അത് 1893 ആ സംഭവം നടക്കുന്നത്. ഒരു 1970കളുടെ പകുതി 80 തുടക്കത്തിൻ്റെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഒരു വികസന മാതൃക എന്നുള്ള രീതിയിലേക്ക് വരുന്നു. അക്കാഡമിക് രൂപത്തിലുള്ള ചർച്ചകളിൽ തന്നെ നമ്മളൊരു വികസന മാതൃകയായിട്ട് മാറുന്നു. അപ്പോൾ ഈ ഒരു 80 കൊല്ലത്തിനിടയിൽ, അതായത് ഒരു ഭ്രാന്താലയത്തിൽ നിന്ന് ഒരു വഴികാട്ടി എന്നുള്ള നിലയിലേക്കുള്ള കേരളത്തിൻ്റെ ഒരു മാറ്റം, ആ മാറ്റം ഒരു 8 പതിറ്റാണ്ട് കൊണ്ട് സാധിച്ചു എന്നുള്ളത് തന്നെ കേരളത്തിൻ്റെ എന്ത് തന്നെ പറഞ്ഞാലും കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, സവിശേഷമായിട്ടുള്ള ഒരു ജനകീയ ഇടപെടലാണ്. അമർത്യ സെന്നൊക്കെ പറയുന്നത് പോലെ അതൊരു ഡെവലപ്മെൻറ്റ് എക്സ്പീരിയൻസ് ആണ് ഒരു തരത്തിലുള്ള. മറ്റൊരു സ്ഥലത്തേക്ക് നമുക്കത് റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതല്ല. വേറെ കുറച്ച് നമുക്ക് നട്ട് ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു പശ്ചാത്തലം നമുക്കുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ നമ്മൾ വിപുലമായ രീതിയിലുള്ള ചില സ്പെസിഫിക് ഇടപെടലുകളിലേക്ക് വരുന്നത്. അതിലൊന്ന് സ്വാഭാവികമായും സാക്ഷരതയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ആ സാക്ഷരത എടുത്ത് പ്രയോഗിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു പശ്ചാത്തലം അപ്പോഴത്തേക്ക് കേരളത്തിൽ ഒരുങ്ങിയിരുന്നു എന്നുള്ളത് നമ്മൾ കാണണം. കാരണം മറ്റ് പ്രദേശങ്ങളിൽ നമ്മളൊരു സാക്ഷരത, ഇപ്പോൾ ഇന്ത്യയിലെ മറ്റ് വലിയ സംസ്ഥാനങ്ങളിൽ നമ്മൾ സാക്ഷരതയിലേക്ക് ഇടപെടുന്നതാണെന്ന് വിചാരിക്കുക. അവിടെ സാക്ഷരത എന്ന് പറയുന്നത് ഒരു തുരുത്താണ്, നിരക്ഷരതയാണ് വലുത്. കേരളത്തിലേക്ക് നമ്മൾ വരുമ്പം നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ കാരണങ്ങളാൽ നിരക്ഷരത ഒരു തുരുത്താണ്. നമ്മൾ വിപുലമായ ഒരു സാക്ഷര സമൂഹമാണ് നമുക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സാക്ഷര സമൂഹത്തിൻ്റെ ഇൻ്ററാക്ഷൻ എളുപ്പത്തിൽ തന്നെ നമുക്കൊരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഈ നിരക്ഷരതയെ ഇല്ലാതാക്കാൻ സാധിക്കും. അപ്പോൾ ആ പഴയ ഒരു കാര്യത്തെ കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കേണ്ടതായിട്ട്. എനിവേ, ജനങ്ങളുടെ വളരെ വിപുലമായ രീതിയിലുള്ള ഒരു സമയബന്ധിതമായിട്ടുള്ള ഒരു ഇടപെടൽ ഈ തരത്തിലുള്ള ഒരു സമൂഹത്തിലേക്ക് വരുന്ന അവസരത്തിൽ ഫലപ്രദമായി അത് ഫലഭൂയിഷ്ടം അല്ലെങ്കിൽ അത് ഫലപ്രദമാക്കാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് നമുക്ക് കേരളത്തിൽ കാണാം. അപ്പോൾ അതൊരു വലിയ മോഡലാണ്. കേരളത്തെ സംബന്ധിച്ചത് ജനകീയമായിട്ടുള്ള ഇടപെടൽ വഴി ഒരു സാക്ഷരതാ പ്രസ്ഥാനം വിജയിച്ചു. പക്ഷേ അതിനൊരു പശ്ചാത്തലം നിങ്ങളിപ്പോൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ പിന്നെ വിവേകാനന്ദൻ്റെ ഞാൻ ചോദിക്കട്ടെ, തിരുവിതാംകൂറിൽ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ പ്രസ്ഥാനം ആരംഭിച്ചാര്?
ജനകീയ സർക്കാർ രാജഭരണമാണ്. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ആ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് നമ്മുടെ ജനകീയ പ്രസ്ഥാനങ്ങളെക്കാൾ മുൻകാല പല കാര്യങ്ങളിലും കേരളത്തിന്റെ ഒരു ചരിത്രം നമ്മൾ നോക്കുന്ന അവസരത്തിൽ തിരുവിതാംകൂറിലും കൊച്ചിയിലും ഒക്കെ ഉണ്ടാകുന്ന ഗവൺമെന്റുകൾ സ്വീകരിച്ചിട്ടുള്ള ഒരുപാട് അനുകൂല നിലപാട്, ഈവൻ ഭൂപരിഷ്കരണത്തിൽ പോലും അത്തരത്തിലുള്ള നിലപാടുകൾ. അപ്പൊ അതൊരു ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയപരമായിട്ടുള്ള അവകാശവാദത്തിലേക്ക് പോകാൻ കഴിയാത്തൊരു സംഗതിയുണ്ട് യഥാർത്ഥത്തിൽ അല്ലേ. പക്ഷേ അതിനെയൊക്കെ തന്നെ കുറച്ചുകൂടി ജനകീയമാക്കുന്നതിൽ ഈ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ സ്വാഭാവികമായിട്ടുമുള്ള അതിൻ്റെ ഒരു വളർച്ച എന്നുള്ള നിലയിലുള്ള ദേശീയ പ്രസ്ഥാനം, സ്വാതന്ത്ര്യ സമരം, പിന്നെ ഒരു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി, പിന്നെ ട്രേഡ് യൂണിയൻ മൂവ്മെന്റുകൾ, കർഷക പ്രസ്ഥാനങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഒന്നാമത്തെ ആ ഒരു ചരിത്രപരമായിട്ട് അല്ല, അത് തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു ജനകീയ മുന്നേറ്റം നിലയ്ക്ക് വളരെ പ്രധാനമാണ്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അത് കേരളത്തിന് പിന്നീട് നമ്മൾ ഈ വലിയ വിജയം ഉണ്ടായി. ഏത് ജനകീയ സാക്ഷരതാ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ വിജയം ഞാനത് പത്രപ്രവർത്തകനായിട്ട് പ്രവർത്തിക്കുന്ന കാലത്ത് ഞാൻ കണ്ടുള്ള സ്ഥലം മലപ്പുറമായിരുന്നു. മലപ്പുറം ജില്ലയെ പോലുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന തരത്തിലൊരു പുരോഗമന രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലമില്ലാത്ത തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പക്ഷെ അവരുടെ അടുത്തുണ്ടായിരുന്ന അപ്പം റാബിയെ പോലുള്ള ആളുകൾ, ആയിഷ ആ തരത്തിൽ എന്തുകൊണ്ടാണ് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ പോലും ഈ ഒരു മുന്നേറ്റത്തിന് മുമ്പിൽ വന്നു നിന്നത്? കാരണം അത് അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാരണം അവർ ചുറ്റും കാണുന്നത് ഒരു സാക്ഷരമായിട്ടുള്ള സമൂഹവും ആ സാക്ഷര സമൂഹം നേടിയെടുക്കുന്ന മറ്റ് അവർക്ക് കിട്ടാതെ പോകുന്നുള്ള പല കാര്യങ്ങളുമാണ്. അപ്പം ഞങ്ങളും ഇതിനകത്തേക്ക് ഇൻവോൾവ് ചെയ്യും. ഈവൻ മുസ്ലിം ലീഗ് എന്നുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ നമ്മൾ എടുത്താൽ പോലും സാക്ഷരതാ പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ അതാണ് അനുഭവം. അപ്പം യഥാർത്ഥത്തിൽ ഞാൻ പറയുന്ന ഒരു കാര്യം, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഈ കേരളത്തിലെ കക്ഷി രാഷ്ട്രീയപരമായ വികസന ചർച്ചയിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? EMS ഒരു കാലത്ത് പറഞ്ഞിരുന്നു, നമ്മൾ ഈ ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള തർക്കങ്ങളും മത്സരമൊക്കെ വേണം, പക്ഷേ വികസന കാര്യത്തിൽ ഒരു തരത്തിലുള്ള ഒരു മത്സരം ഒഴിവാക്കണം, മത്സരമാണ് പോസിറ്റീവ് ആയിരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. അതാണോ കത്തിത്തെ? എനിക്ക് തോന്നി EMSന്റെ മത്തായി മാഞ്ഞൂരാൻ സ്മാരക പ്രഭാഷണമുണ്ട്, അത് വികസനത്തിൻ്റെ രാഷ്ട്രീയം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് തോന്നുന്നു ഈ അക്കാഡമിക് തലത്തിലുണ്ടായിട്ടുള്ള വികസന ചർച്ചകളെയും ജനകീയമായിട്ടുണ്ടാകുന്ന ഇടപെടലുകളെയും എങ്ങനെ സമന്വയപ്പെടുത്തി, എങ്ങനെ ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്നു, തെരഞ്ഞെടുപ്പിനകത്ത് നമ്മൾ വളരെ വാശിയോടുകൂടിയുള്ള മത്സരം നടക്കുന്നു. ആ മത്സരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലേക്ക് വരുന്നു. പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നടത്തേണ്ടുന്നത് ഒരു കൂട്ടായ രൂപത്തിലുണ്ടാകുന്ന ഇടപെടൽ. അവിടെയാണ് വികസനത്തിൻ്റെ ആ ഒരു രാഷ്ട്രീയം. എനിക്കൊന്ന് മത്തായി മാഞ്ഞൂരാൻ സ്മാരക പ്രഭാഷണം അല്ല, അതിൽ കേരളം വിജയിച്ചോ? താങ്കളുടെ ഒരു റീഡിംഗ് എന്ന് അപ്പം 40 വർഷമായിട്ട് ഈ ഒരു ചർച്ച നടക്കുന്നു. നമ്മൾ വികസന കാര്യങ്ങളിലെങ്കിലും ഒരു സമൂഹം നിലയിൽ നമുക്ക് യോജിച്ചു പോകാൻ കഴിയുന്നുണ്ടോ? അല്ല നമ്മൾ പരസ്പരം അടിച്ചു കയറുകയാണ്? അത് പലപ്പോഴും ഇഷ്യൂ ബേസ്ഡ് നമുക്കത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ചേർത്ത് ഇപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ സാക്ഷരതാ പ്രസ്ഥാനം വന്നു, മുസ്ലിം ലീഗ് പോലുള്ള സംഘടന കൃത്യമായിട്ട് യോജിച്ചു. നമ്മൾ ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിലേക്ക് വന്നാലും മലപ്പുറം ജില്ലയിൽ വളരെ നല്ല സഹകരണം ഉണ്ടായിരുന്നു. ഈ കുടുംബശ്രീ പ്രസ്ഥാനം വരുന്നു, ഒരു മലപ്പുറം ആ തലത്തിലുണ്ടാകുന്ന നല്ലൊരു മുന്നേറ്റമായിട്ടാണ് അത് വരുന്നത്. ഇഷ്യൂ ബേസ്ഡ് ആണ് എനിക്ക് അതിന് കുറച്ചുകൂടി പറയാൻ പറ്റുന്നതെന്നാണ്. എന്ന് വെച്ചാൽ കേരളത്തിലെ മിക്കവാറും എല്ലാ രാഷ്ട്രീയ കക്ഷികളും പൊതുവിൽ ഇത്തരം കാര്യങ്ങളോട് പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനം എടുത്തു പറയാൻ കഴിയും. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് കുറച്ചുകൂടി ഈ കാര്യങ്ങളൊക്കെ ജനകീയമാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ഗവൺമെന്റുകൾ അധികാരത്തിലുള്ള അല്ല, ഇടതുപക്ഷ സർക്കാരുകൾ അക്കാര്യത്തിൽ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. അവർക്കൊരു കാഴ്ചപ്പാടുണ്ട്, അതൊരു തർക്കമില്ല. ഞാനത് പറയാൻ കാരണം ഇപ്പോൾ ജനകീയാസൂത്രണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലായാലും ശരി, ഈ നേരത്തെ പറഞ്ഞ സാക്ഷരതാ പ്രവർത്തനത്തിലായാലും ശരി, ഏറ്റവും വലിയൊരു സംഘം എന്ന നിലയിൽ പ്രവർത്തിച്ചുള്ള താങ്കളൊക്കെ നേതൃത്വം നൽകിയിരുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്താണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു സംഭാവന ഈ നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് കേരളത്തിലെ പൊതുസമൂഹ മുന്നേറ്റത്തിൽ? കാരണം ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ 2 പ്രധാനപ്പെട്ട അജണ്ടകളാണ് വിദ്യാഭ്യാസവും വികസനവും. ഒന്ന്, ഈ നിരക്ഷരരായിട്ടുണ്ടാകുന്ന ആൾക്കാരെ അക്ഷരം പഠിപ്പിക്കുക എന്നുള്ളത് ശാസ്ത്ര പ്രചരണത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഭാഗമാണ്. ആ ഒരു ദൗത്യത്തിലാണ് പരിഷത്ത് ഇടപെട്ടത്. കക്ഷി രാഷ്ട്രീയം നോക്കിയിട്ടല്ല നമ്മൾ ഇടപെട്ടിട്ടുള്ളത്. മറിച്ച് ഇങ്ങോട്ട് വന്നാൽ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 1976 കേരളത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്ന ഒരു പുസ്തകം പരിഷത്ത് പ്രസിദ്ധീകരിക്കുകയാണ്, അടിയന്തരാവസ്ഥക്കാരാണ്. അതിൽ നമ്മൾ എന്താണ് കേരളത്തിൻ്റെ സമ്പത്ത്? കേരളത്തിലെ ജനങ്ങളുടെ അധ്വാനശേഷിയാണ്. അതാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രമേയം. കേരളത്തിൻ്റെ ജനങ്ങളുടെ അധ്വാനശേഷിയാണ് കേരളത്തിൻ്റെ സമ്പത്ത്. ഈ അധ്വാനശേഷിയെ നമ്മുടെ പ്രകൃതി വിഭവങ്ങളുമായി ചേർത്തുകൊണ്ട് ആ രീതിയിൽ വിനിയോഗിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അധികാര വികേന്ദ്രീകരണം വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന ആവശ്യമാണ്.
അപ്പോൾ അതിന് പറ്റാവുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു വന്ന അവസരത്തിൽ അതിനോട് ചേർന്ന് നിന്ന് പരിഷത്തിന്റെ ഒരു മുദ്രാവാക്യത്തിന്റെ ഭാഗം എന്നുള്ള നിലയിലാണ് പരിഷത്ത് കാര്യത്തെ കാണാൻ ശ്രമിച്ചത്. അല്ല, അന്ന് എന്തുകൊണ്ട് പുസ്തകമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ എന്തുകൊണ്ട് എന്നുള്ള പരിപാടിയൊക്കെ ചോദിക്കുന്നത് നിർത്തി. എനിക്ക് തോന്നുന്നത് ഒരു വലിയ പിന്നോക്കം പോക്ക് യഥാർത്ഥത്തിൽ കേരളത്തിൽ സംഭവിച്ചിട്ടില്ലേ? കേരളത്തിന്റെ യുക്തിചിന്തയിൽ, ശാസ്ത്രചിന്തയിൽ, പൊതുസമൂഹ ഇതിലൊക്കെ തന്നെ ഒരു വലിയ അത് നമ്മൾ കാണേണ്ടതില്ലേ. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള കുറേ മൂവ്മെൻറ്റുകൾ, ഒന്ന് അത് ജാതിവിരുദ്ധ പ്രസ്ഥാനങ്ങളായിരുന്നു, അയിത്തത്തിനെതിരെയും അതുപോലുള്ള കാര്യങ്ങൾക്കും എതിരായിരുന്നു. അതേപോലെ വിദ്യാഭ്യാസ പ്രചരണത്തിന് വേണ്ടി നിലനിന്നിരുന്ന സ്ഥാപനങ്ങൾ പ്രധാനപ്പെട്ടതായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു ഒരു വലിയ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഒരു ശാസ്ത്രബോധത്തിൽ അധിഷ്ഠിതമായ രൂപത്തിലുണ്ടാകുന്ന ഒരു വലിയ പ്രചരണം കൂടി സമാന്തരമായി കേരളത്തിൽ ഉണ്ടാകേണ്ടത്. നമുക്കിപ്പോൾ സഹോദരൻ അയ്യപ്പൻ്റെ ഒരു ശാസ്ത്രത്തെക്കുറിച്ചിട്ടുള്ള ഒരു കവിതയുണ്ട് എന്നുള്ളത് അതിനപ്പുറത്തേക്ക് അത് ആ രീതിയിൽ വളർന്ന് വികസിച്ച് വന്നിട്ടില്ല. അല്ല, ഇപ്പം നമ്മൾ രാഷ്ട്രീയം എപ്പോഴും ഇപ്പം ജാതി മത വിഷയങ്ങളിൽ, അയ്യപ്പ സംഗമങ്ങളിൽ, അതുപോലെ സമുദായ പ്രമാണിമാരുടെ സദ്യകളിൽ ഒക്കെ എത്തിച്ചേർന്നൊരു കാലത്ത് ഈ ശാസ്ത്രബോധത്തിൻ്റെയും സാമൂഹിക ബോധത്തിൻ്റെയും തകർച്ചയെക്കുറിച്ച് നമ്മൾ കൺസേൺ ആവേണ്ടതാണ്. കാരണം ഒന്ന്, കേരളത്തിൽ അതിനനുസൃതമായ രീതിയിലുള്ള ഒരു ശാസ്ത്രബോധ പ്രസ്ഥാനം പരിഷത്ത് പരിഷത്തിന്റെ ദൗത്യം യഥാർത്ഥത്തിൽ അതാണ്. അത് നമ്മളുടെ പരിമിതിക്കകത്ത് നിന്ന് എവിടെയാണ് നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് ഞാൻ പറയില്ല. ഇല്ല, നമ്മളെ മുകളിൽ ഉണ്ടാകും നമ്മളുടെ മാക്സിമം നമ്മൾ ചെയ്യുന്നു. രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായി എന്ന് പറയാൻ മാഷക്ക് പറ്റൂ? ഇല്ല, വ്യക്തിപരമായി എനിക്കത് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള നിലപാടുകളുമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നമ്മൾ കലയിക്കേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് സൈലന്റ് വാലി മുതൽ ഇങ്ങോട്ടാവുന്ന ഇപ്പോൾ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ കേരളയിൽ ഏറ്റവും അവസാനമായിട്ടുണ്ടാകുന്നത് ഇത് കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുമായി നമുക്ക് പലപ്പോഴും കലയിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ കലകം തന്നെ നമ്മളൊരു മുദ്രാവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളെ ആ ഒരു മുദ്രാവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വരസി നോക്കി നമ്മൾ മുന്നോട്ട് വെക്കുക. അപ്പം അതുകൊണ്ടാണ് ഒരുപക്ഷെ യഥാർത്ഥത്തിൽ 70കളുടെ അവസാനത്തിൽ ഈ നമ്മുടെ ഈ സൈലന്റ് വാലി മൂവ്മെന്റിന്റെ ഒക്കെ കാലത്ത് അതൊരു അന്താരാഷ്ട്ര ക്യാമ്പയിനായിട്ട് മാറിയിരുന്നു. ഈ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ആഗോള ജാനകീയമാളെ പോലുള്ള ആളുകൾ, ജാനകീയമാളുടെ കത്തുകളിലൊക്കെ അത് പറയുന്നുണ്ട്. ഞാൻ അവിടെ പോയതും അതിനുവേണ്ടി പ്രവർത്തിച്ചതും ആളുകളിലൂടെ പ്രവർത്തിച്ചതൊക്കെ ആ തരത്തിൽ. അല്ല, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം 45 ശേഷം 50കളിലും 60കളിലും ഒക്കെ ലോകത്തിൽ വന്നിട്ടുണ്ടാകുന്ന വികസനം എന്ന പേരിൽ നടന്നിട്ടുള്ള വലിയൊരു മുന്നേറ്റം, എന്തിനായാലും ഒരു മുന്നേറ്റങ്ങളുണ്ടായി. അതെല്ലാം കൾമിനേറ്റ് ചെയ്യപ്പെടുന്നത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംഘർഷത്തിലാണ് ഒരു ഘട്ടത്തിൽ വരുമ്പോൾ. 1900 സൈലന്റ് സ്പ്രിങ്ങിന്റെ വരവോടുകൂടിയാണ് ചർച്ചയായിട്ട് വരുന്നു. 1972 സ്റ്റോക്ക്ഹോം സമ്മേളനം നടക്കുന്നു. സ്റ്റോക്ക്ഹോം സമ്മേളനത്തിന് ശേഷമുള്ള നൈറോബി സമ്മേളനത്തോടു കൂടി അവർ കോമൺ ഫ്യൂച്ചർ പോലുള്ള പുസ്തകങ്ങളുടെ കാര്യങ്ങൾ വരുന്നു. സ്റ്റോക്ക്ഹോം സമ്മേളനം ഇന്ദിരാഗാന്ധി ഉദ്ഘാടനം ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ തന്നെ വന്നിട്ടുണ്ട്. ആ ഇന്ദിരാഗാന്ധിയുടെ ആ ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ 1976 പരിസ്ഥിതി നിയമം ഉണ്ടാകുന്നത്. ആ നിയമത്തിന്റെ പിൻബലവും സൈലന്റ് വാലി കാടുകൾ സംരക്ഷിക്കുന്നതിലുണ്ട്. അല്ല, ഇന്ദിരാഗാന്ധി തന്നെയാണ് അതിന് മുന്നിട്ട് എടുത്തത്. പക്ഷെ അതിന്റെ ഒരു ക്യാമ്പയിൻ ആഗോള തലത്തിൽ ഉണ്ടാക്കുന്നതിൽ, പ്രാദേശിക തലത്തിൽ ഒരു ജനകീയ മുന്നേറ്റം കൊണ്ടുവരുന്നത് പരിഷത്ത് മാത്രമല്ല, പരിഷത്തിനോട് യോജിച്ച എത്രയോ ആളുകൾ, സുഗതകുമാരിയെ പോലെ ആളുകൾ വന്നിട്ടുണ്ട്, എത്രയോ ആളുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ജനകീയ മുന്നേറ്റം എന്ന് പറയുന്നത് പിന്നീട് നമ്മുടെ കേരളത്തിൽ അങ്ങനെ വ്യാപകമായിട്ട് കാണാം. കേരളത്തിന്റെ നമ്മൾ സൈലന്റ് വാലി സമരത്തിൽ നമ്മൾ കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരുപക്ഷെ ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒരു വികസന വളരെ മൂർത്തമായിട്ടുള്ള ഒരു ഇലക്ട്രിസിറ്റി ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തോടെ അതിൻ്റെ സോഷ്യൽ കോസ്റ്റ് അതിൻ്റെ കോസ്റ്റ് കണക്കാക്കുമ്പോൾ സൊസൈറ്റിക്ക് ഉണ്ടാകുന്ന ഡാമേജ് കൂടി പരിഗണിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മൂവ്മെൻറ്റ് ഉണ്ടായി വരുന്നത്. അത് അന്താരാഷ്ട്ര അടിസ്ഥാനത്തിലുള്ള സപ്പോർട്ട് അതിനകത്ത് MG മേനോൻ അതിന് പഠിക്കാനുണ്ടായിരുന്ന ആളായിരുന്നു. ഗാഡ്ഗിൽ അതിനെപ്പറ്റി പഠിക്കാനുള്ള ആളായിരുന്നു. ധാരാളം അത്തരത്തിലുള്ള MS സ്വാമിനാഥൻ അതുമായിട്ട് ബന്ധപ്പെട്ട് പഠനം നടത്തിയിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണത് ഇന്റർനാഷണലി വളരെ ഇതായിട്ട്, അതുകൊണ്ട് തന്നെ പല പുസ്തകങ്ങളിലും അത് ശ്രദ്ധിക്കപ്പെടുന്ന അധ്യായങ്ങളായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ താങ്കളെപ്പോലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള സമരങ്ങൾ നമ്മൾ മാത്രമല്ല നടത്തിയിട്ടുള്ളത്. അത്തരം സമരങ്ങൾ നടത്താൻ ഈ സമരത്തിൽ നിന്ന് ആവേശം കൊണ്ടിട്ടുള്ള ധാരാളം മറ്റു സംഘടനകൾ കേരളത്തിൽ, മറ്റു പ്രസ്ഥാനങ്ങളില്ല, ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ചിപ്കോ മൂവ്മെന്റ് വന്നു. നിങ്ങളെപ്പോലുള്ള ആളുകളുടെ ഒരു സ്വാധീനത്തിലാണ് അവിടെ ഹിമാലയ പർവ്വതത്തിന്റെ നിരകളിൽ ആ ചിപ്കോ മൂവ്മെന്റ് വന്നിട്ടുള്ളത്. അങ്ങനെ അവകാശപ്പെടുന്നില്ലെങ്കിലും ഹിസ്റ്റോറിക്കലായിട്ട് ഒരു വസ്തുതയാണ് അത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു മോഡൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ നിലക്കൊക്കെ നോക്കിയാൽ കേരളം ഒരു മാതൃകയാണ്. പക്ഷെ ആ മാതൃക നമുക്ക് കൈവശം വന്നോ എന്നുള്ളൊരു ചോദ്യം നമ്മൾ
കൈമോശം വരാതിരിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കണം. പരിഷത്ത് അതിൻ്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കും. അല്ല, അതിൻ്റെ ഞാനൊരു ചോദ്യം ചോദിക്കാൻ കാരണം വികസനത്തിൻ്റെ കാഴ്ചപ്പാട് ഇതിനകത്തുള്ള ഒരു പ്രശ്നം. വികസനത്തിൽ സൈലന്റ് വാലി ആയാലും ശരി, പിന്നെ മറ്റേത് വിഷയത്തിലായാലും ശരി, വികസനം ആർക്ക് വേണ്ടിയുള്ള ചോദ്യം വരും. അപ്പോൾ അതിൻ്റെ ഒരു ക്ലൈമാക്സിലാണ് നമ്മൾ ഈ കേരളയിലേക്ക് നേരിട്ട് ചെന്ന് ചാടുന്നത്. കേരളയിൽ എന്ന് പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒരു പുതിയ സഖ്യപർവ്വതം പടിഞ്ഞാറൻ ഭാഗത്ത് ഉണ്ടാക്കുന്ന ഒന്ന്, രണ്ട് കിഴക്കുള്ള സഖ്യപർവ്വതം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. ഇത് ഏതെങ്കിലും നിലയ്ക്കിൽ നമ്മുടെ സമൂഹത്തിന് ആക്സെപ്റ്റ് ചെയ്യാവുന്നൊരു കാര്യമായിരുന്നു. പക്ഷേ ഇത്രയും വലിയൊരു പാരമ്പര്യമുള്ള, ഇത്രയും വലിയ ജനകീയ പോരാട്ടങ്ങൾ ഹിസ്റ്ററിയുള്ള ആ ഒരു സ്ഥലത്താണ് ഇടതുപക്ഷ സർക്കാർ തന്നെ ഇങ്ങനെയൊരു അജണ്ടയായിട്ട് മുന്നോട്ട് വരുന്നത്. അപ്പോൾ അതിലെങ്ങനെയാണ് നമുക്ക് ആ കോൺട്രഡിക്ഷനെ എങ്ങനെയാണ് നിങ്ങൾ വിശദീകരിക്കുക? ആ മുന്നോട്ട് വന്നിട്ടുണ്ടാകുന്ന രീതി ശരിയല്ല എന്നുള്ള നിലപാട് എടുക്കുകയും, എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ നടന്നിട്ടുള്ള ഏറ്റവും വളണ്ടറി ആയിട്ടുണ്ടാകുന്ന ഒരു പഠനമാണ് കേരളയിലായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു പീപ്പിൾസ് EIA തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചു പരിഷത്ത്. ഒരു വലിയ ബുക്കാണത്. 1000 പ്രവർത്തകർ ആ പഠനം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ വളണ്ടറി ആയിട്ടുണ്ടാകുന്ന പ്രവർത്തകരുണ്ടായി. അതിന് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി പേര് വെളിപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിലും കേരളത്തിലെ ഉന്നതരായിട്ടുണ്ടാകുന്ന സയൻറ്റിസ്റ്റുകൾ നമ്മുടെ കൂടെ നിന്ന് വർക്ക് ചെയ്തു. ആ വർക്ക് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതുണ്ടാക്കുന്ന എൻവയൺമെൻ്റലായിട്ടുള്ള ഇഷ്യൂസ്, അതിൻ്റെ ഇക്കണോമിക്കലായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുവന്നു. നമ്മൾ കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻ, ആ കാര്യങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ എൻ്റെ ചോദ്യം അവിടെയല്ല. കേരളം പോലെ കേരളത്തിലെ ഒരു പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായ ഇടതുപക്ഷ സർക്കാർ തന്നെയാണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റുമായിട്ട് വരുന്നത്. എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിനകത്ത് ഈ തരത്തിലുള്ള ഒരു എന്താ പറയുക വികസനത്തെ സംബന്ധിച്ച് തീർത്തും ഘടകവിരുദ്ധമായ, നമ്മൾ മനസ്സിലാക്കിയിരുന്ന വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് അതിനകത്ത് ഡോമിനൻസ് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ചോദ്യം. എനിക്ക് അവിടെ ഈ പ്രഭാത് പട്നായിക്കിൻ്റെ ഒരു ആർട്ടിക്കിളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. താങ്കൾ ഇത് പറയുന്നത് ഇന്നത്തെ ഒരു നിയോ ലിബറൽ ഇക്കണോമിക് കാലഘട്ടത്തിൽ ഇന്ന് നമ്മൾ കേരളത്തിൻ്റെ ചരിത്രം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ സമ്പത്തിൽ നമ്മൾ വെക്കുന്നത് ഇവിടുത്തെ മനുഷ്യശേഷി, അധ്വാനശേഷിയുടെ വികാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളം മുന്നോട്ട് പോയിട്ടുള്ളത്. അത് വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ, ആരോഗ്യരംഗത്തുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ, ഈ മനുഷ്യശക്തിയുടെ വികാസം, അധ്വാനശേഷിയുടെ വികാസമാണ് കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ആ മോഡലിൻ്റെ അടിസ്ഥാനപരമായി പ്രവർത്തിച്ചിട്ടുള്ള കാര്യം. ഇന്ന് നിയോ ലിബറൽ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് പോളിസിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അല്ലെ, ബംഗാളിൽ ഇതിൻ്റെ അനുഭവത്തിലൂടെ നമ്മൾ കണ്ടതല്ലേ. ബംഗാളിൽ ഇത്തരം പ്രോജക്റ്റുകളെ അക്സെപ്റ്റ് ചെയ്യുകയും ഈ തരത്തിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് പോളിസി വരികയും ചെയ്തു. അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു എന്നറിയാലോ. ആ സർക്കാർ പരാജയപ്പെടേണ്ടി വന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനതിനെ ഇതുമായിട്ട് ബന്ധിപ്പിക്കാനോ അല്ലെങ്കിൽ അതുപോലെ ഉണ്ടാകുന്ന ഒരു ചർച്ചയിലേക്ക് കടക്കാനോ അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറയുന്നത് അല്ല, ഒരു വികസന മോഡൽ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ വികസന മോഡൽ എന്താണെന്നുള്ള ചോദ്യം. ഇടതുപക്ഷം അല്ലാണ്ട് കക്ഷി രാഷ്ട്രീയപരമായ വിഷയമല്ല. എന്താണ് ഇടതുപക്ഷത്തിന്റെ വികസന മോഡൽ? ആ വികസന മോഡലും ഇതുമായിട്ട് യോജിച്ചു പോകുന്നുണ്ടോ? ഇടതുപക്ഷം മുന്നോട്ട് വെച്ചിട്ടുള്ള ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ബേസ്ഡ് ആയിട്ടുള്ള വികസന മോഡൽ ശരിയല്ല എന്നും കേരളം തുടർന്നു വരുന്നത് ഒരു മനുഷ്യ അധ്വാനത്തിൻ്റെ വികാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വികസന മാതൃകയാണെന്നുള്ള ഒരു പരിഷത്തിൻ്റെ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ആ പ്രോജക്റ്റിനെ നമ്മൾ എതിർക്കാനിടയായിട്ടുള്ള സാഹചര്യം. അത് ഇപ്പോഴും നമ്മൾ എതിർക്കല്ല ഇപ്പം നമ്മൾ ചെയ്തു. ഇപ്പോൾ NH 66 വലിയ ഭീകരമായിട്ടുള്ള ഒരു പണി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കും. ഓഫ് കോഴ്സ് 6 ലൈൻ വരുന്ന അവസ്ഥയിൽ അതിൻ്റെ മുകളിൽ കൂടെ പോകുന്ന ആൾക്കാർക്ക് വളരെ തൃപ്തിയായിരിക്കും. അവരായിരിക്കും എല്ലാ തരത്തിലുള്ള ആശയ രൂപീകരണവും നടത്തുന്നതും അവർ തന്നെയായിരിക്കും. പക്ഷേ അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഇരുഭാഗത്തും ഇതിൻ്റെ ഒരു ആർഗ്യുമെൻ്റ് ആയിട്ട് ഡോക്ടർ തോമസ് ഐസക് അടക്കമുള്ള ആൾ ഉന്നയിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരളം ഇന്ന് ഒരു വികസ്വര തലത്തിൽ കുറെ കൂടി ഒരു മിഡിൽ ക്ലാസ് അപ്പർ മിഡിൽ ക്ലാസ് സൊസൈറ്റിയെ മാറി. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ മിഡിൽ ക്ലാസ് അപ്പർ മിഡിൽ ക്ലാസ് സൊസൈറ്റിയുടെ താല്പര്യങ്ങൾക്കാണ് ഇവിടെ മേൽക്കൈ കിട്ടുക എന്നൊരു ആർഗ്യുമെൻ്റ് വരുന്നുണ്ട്. താങ്കൾക്ക് അതിനോട് എന്താ യോജിപ്പുണ്ടോ? അല്ല, നമ്മുടെ കണക്കുകൾ നോക്കുന്ന അവസരത്തിൽ ഡാറ്റ വെച്ച് നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളം ഏതെങ്കിലും ഒരു ലെവൽ, ഇപ്പോൾ ഇൻകം ലെവലോ അല്ലെങ്കിൽ അതുപോലുള്ള കൺസംഷൻ്റെ കാര്യങ്ങളോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ്സിനേക്കാൾ ഉയർന്ന രൂപത്തിലുണ്ടാകുന്ന കൺസംഷൻ കേരളത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ അതിനെ വെച്ചുകൊണ്ട് അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിലേക്കാണോ നമ്മൾ ഊന്നേണ്ടുന്നത്? താഴെയുള്ളവന്, ഈ പാലത്തിന് താഴെയുള്ളവന് ജീവിക്കേണ്ടതൊരു ചോദ്യം വളരെ ന്യൂനപക്ഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ന്യൂനപക്ഷമാണ് എന്നുള്ളതുകൊണ്ട് അവന് അവകാശങ്ങളില്ലാതാവില്ലല്ലോ. ഒരിക്കലും നിഷേധിക്കപ്പെടാൻ പാടില്ല. അപ്പം അതുകൊണ്ട് ഇപ്പം നമ്മൾ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു. നമ്മൾ തീവ്ര ദാരിദ്ര്യത്തെ പൂർണ്ണമായും റദ്ദാക്കി. പക്ഷെ വസ്തുതകൾ പലപ്പോഴും അതല്ല എന്നാണ് നമ്മളുടെ ഒരു അനുഭവം പറയുന്നത്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഞങ്ങളൊരു ഇക്കോണമിസ്റ്റ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന അവസരത്തിൽ ആദ്യം പ്രഖ്യാപിച്ചിട്ടുള്ള അവരുടെ ലക്ഷ്യമായിരുന്നു അതിദാരിദ്ര്യം ഇല്ലാതാക്കുക എന്നുള്ളത്.
കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഗവേഷണ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി കഴിഞ്ഞ 4 വർഷമായിട്ട് അതിന് വേണ്ടി വരുന്ന പ്രവർത്തനങ്ങൾ നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ടാകുന്ന കുടുംബങ്ങളെ അവർക്ക് എന്ത് മാനദണ്ഡം വെച്ചിട്ടാണോ ആ കുടുംബങ്ങളെ ഐഡന്റിഫൈ ചെയ്തത് ആ മാനദണ്ഡങ്ങൾ ഇല്ലാതാക്കാൻ സാധിച്ചു എന്നാണ് സർക്കാർ താങ്കൾ 40 വർഷം ഇക്കണോമിക്സ് പഠിപ്പിച്ച ആളല്ലേ? 64,000 കുടുംബങ്ങളേ ഉള്ളൂ കേരളത്തിൽ. അതൊക്കെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ് ആണ്. ഞാൻ അതിന്റെ 64,000 കുടുംബങ്ങളാണോ അവിടെയുള്ള അംഗങ്ങളാണോ എന്നുള്ളതെല്ലാം അത് ഈ അതിദാരിദ്ര്യവും ദാരിദ്ര്യവും തമ്മിലുള്ള സട്ടിലായിട്ടുണ്ടാകുന്ന എക്കണോമിക്സിനകത്ത് തന്നെ ഉണ്ടാകുന്ന ഡിസ്കഷൻ. അതുകൊണ്ട് അത് വിടുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരു വിഷയത്തിൽ അത് ഈ താങ്കളുമായിട്ട് ബന്ധപ്പെട്ട് താങ്കൾ ദീർഘകാലം ഇടപെട്ടുള്ള ഒരാളാണ്. ഈ ജനകീയ ആസൂത്രണം അതിന് വേണ്ടിയിട്ട് തിരുവനന്തപുരത്തിലുള്ള പബ്ലിക് ഇതിൻ്റെ ഭാഗമായിരുന്നു. ഓക്കെ, പ്ലാനിംഗ് ബോർഡ് ആയിട്ടുണ്ട്. ഞാൻ കാലത്തുണ്ടായിരുന്നത് അതിൻ്റെ എല്ലാ പ്രവർത്തനവും ഉണ്ടാകേണ്ടിയിരുന്നു. ജനകീയാസൂത്രണം യഥാർത്ഥത്തിൽ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്രത്യക്ഷമായി. എന്താ സംഭവിച്ചത്? അപ്രത്യക്ഷമായി കേരളത്തിൽ ഇപ്പോൾ ജനകീയാസൂത്രത്തെ കുറിച്ച് ആരും പറയുന്നില്ലല്ലോ. അതൊരു താങ്കൾ തന്നെ ജനകീയാസൂത്രണത്തെ കാലത്ത് പീപ്പിൾസ് പ്ലാനിനെ പറ്റിയുള്ള അല്ല, ഞാൻ അത് ഒരുപാട് റിപ്പോർട്ട് ചെയ്യാൻ വരും. കേരളം മുഴുവൻ യാത്ര ചെയ്തിട്ടുണ്ട്. താങ്കൾ തന്നെ ഒരു പുസ്തകം എഡിറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണോ നമ്മൾ അന്ന് വിഭാവനം ചെയ്തിരുന്നത് അതിൽ നിന്ന് കുറേയേറെ കാര്യങ്ങൾ പുറകോട്ട് പോയിട്ടുണ്ട്. ഞാനത് സമ്മതിച്ചു. അത് സ്പെസിഫിക്കലി നമ്മൾ പറയുന്ന അവസരത്തിൽ പീപ്പിൾസ് എന്താണ് ജനകീയാസൂത്രണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത? ആ പ്ലാൻ ഫോർമുലേഷൻ്റെ പീരീഡിലും പ്ലാൻ ഇംപ്ലിമെൻറ്റേഷൻ്റെ പീരീഡിലും പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കണമെന്നാണ് ഞാൻ അങ്ങനെയാണത് കൺസീവ് ചെയ്തത്. പല സ്ഥലത്തും ഞാൻ തന്നെയാണ് നമ്മളിതിൻ്റെ ഈ കാര്യങ്ങളെക്കുറിച്ച് ചിലതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പ്രധാനപ്പെട്ട പല സ്ഥാപനങ്ങളിലും പോയിരുന്നു. അപ്പോൾ അവർ നമ്മളോട് പറയുന്നത് എന്താ? ഡിയർ ഫ്രണ്ട്, വി ആർ ഫോർമുലേറ്റിംഗ് ദിസ് പ്ലാൻ. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് കരാറുകാരാണ്, നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കാറേ ഇല്ല എന്നാണ് അവരുടെ. അപ്പോൾ നമുക്ക് അങ്ങനെയല്ല. ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഘട്ടത്തിലായാലും ഫോർമുലേറ്റ് ചെയ്യുന്ന ഘട്ടത്തിലായാലും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഘട്ടത്തിലായാലും നമുക്ക് പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ബെനിഫിഷ്യറി കമ്മിറ്റികൾ ഉണ്ടാക്കിയത്. ആ ബെനിഫിഷ്യറി അത് വലിയൊരു ആശയമായിരുന്നു. അതിൻ്റെ ഈ പ്ലാൻ ഉണ്ടായി ഫോർമുലേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് പൂർണ്ണമായിട്ടും പങ്കാളിത്തത്തിൽ ഈ നമ്മളുടെ ഗ്രാമസഭകളിലൂടെയാണ് അത് ഉണ്ടായി വന്നിട്ടുള്ളത്. ഘട്ടം ഘട്ടമായി സംഭവിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ സംഭവിച്ചിട്ടുണ്ടാകുന്ന കുറവാണ്. അത് സംഭവിക്കുന്നത് ഈ ഗ്രാമസഭകൾ, അത് നമ്മൾ 73-74 ഭരണഘടനാ ഭേദഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അതാണ്. ആ ഗ്രാമസഭകളിൽ നിന്നുള്ളത് ഒരു ക്രോസ് സെക്ഷൻ ഓഫ് ദ സൊസൈറ്റിയുടെ റെപ്രസെൻറ്റേഷനിൽ നിന്ന് മാറി ഒരു ബെനിഫിഷ്യറി കമ്മിറ്റി ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുണഭോക്തൃ സമിതിയായിട്ട് അത് മാറിപ്പോയി. അങ്ങനെ വന്നത് അതിലുണ്ടാകുന്ന പങ്കാളിത്തത്തിൻ്റെ മറുഭാഗത്ത് വേറൊന്നും സംഭവിച്ചോ? ഈ താഴേക്കട ലെവലിലും അഴിമതി ഒരു സാധ്യതയായിട്ട് ഡെവലപ്പ് ചെയ്തു വന്നു. അത് അഴിമതിയുടെ ഒരു വികേന്ദ്രീകരണം, അധികാര വികേന്ദ്രീകരണത്തിന്റെ കൂടെ അല്പം അഴിമതി അതിനുള്ള സാധ്യതകളും ഉണ്ടായി വന്നു. കാരണം നമ്മൾ ആദ്യം വിഭാവനം ചെയ്തിരുന്നു ഫണ്ടുകൾ താഴോട്ട് വന്നു. ആ താഴെ അഴിമതി നടക്കാൻ പാടില്ല എന്നുള്ള നിലയിലാണ് പലതരത്തിലുണ്ടാകുന്ന ഓംബുഡ്സ്മാൻ പദ്ധതികൾ, സോഷ്യൽ ഓഡിറ്റിങ്ങിനുണ്ടാകുന്ന സംവിധാനങ്ങൾ, ഹൈക്കോടതിയിൽ കേസ് കൊടുക്കാനുണ്ടാകുന്ന പ്രൊവിഷൻ, അങ്ങനെ എവിടെ ഒരു അഴിമതിയുടെ ചെറിയ ഒരു ഇടപെടലുണ്ടായോ അതുപോലും നമ്മൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. ക്രമത്തിൽ അത് ദുർബലപ്പെട്ടതിന് രണ്ട് രാഷ്ട്രീയ UDF ആയാലും LDF ആയാലും രണ്ട് ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള കാര്യങ്ങളും വേണ്ടത്ര ശ്രദ്ധ ആ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ പണ്ട് നമ്മൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാവന എന്താണ്? റിട്ടയർ ചെയ്തിട്ടുണ്ടാകുന്ന എഞ്ചിനീയർമാരായാലും റിട്ടയർ ചെയ്തിട്ടുണ്ടാകുന്ന ആൾക്കാരായാലും അവരുടെയൊക്കെ മനുഷ്യ വിഭവശേഷി വളരെയേറെ ശേഷിയെ നമ്മൾ പൂൾ ചെയ്തുകൊണ്ട് ഇതിൻ്റെ ടെക്നിക്കൽ സാങ്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു. എനിക്കറിയാം, കളക്ടറേറ്റിൽ ഇരുന്നിട്ട് നമ്മൾ എല്ലാ പഞ്ചായത്തിൻ്റെയും ടെക്നിക്കൽ സാങ്ഷൻ ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ട് കൊടുക്കുകയാണ്. അത്ര ജനകീയമായിരുന്നു ആ സംവിധാനം. ഇന്നതെന്താ ഈ ഉദ്യോഗസ്ഥന്മാരിലേക്ക് വന്നു, അവർ പിന്നെ അത്യാവശ്യം സാധനങ്ങൾ വാങ്ങി അതിൻ്റെ രീതിയിൽ കൈകാര്യം ചെയ്യുന്നു. അല്ല, ഏത് പ്രവർത്തനവും അതിൻ്റെ ഒരു ഇനീഷ്യലായിട്ടുള്ള ആവേശം പിന്നീട് ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് പിന്നോക്കം പോക്കുണ്ടാവും. പക്ഷേ ജനകീയാസൂത്രണത്തിൽ മറ്റ് ചില വിഷയങ്ങളും വന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. അതൊന്ന് അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ വന്നപ്പോഴേ ഈ പാർട്ടിസിപ്പേറ്ററി പ്ലാൻ എന്ന് പറയുന്ന രീതി തന്നെ യഥാർത്ഥത്തിൽ നിയോ ലിബറൽ ADB തരത്തിലുള്ള ഇതിൻ്റെ ഭാഗമാണെന്ന ഒരു ആരോപണം വന്നു. അത് ഈ റിച്ചാർഡ് ഫ്രാങ്കിയെ പോലുള്ള ആളുകളായിട്ട്. അപ്പോൾ ആ ഒരു ഡിസ്കഷൻ എങ്ങനെയാണ് ഇതിനെയൊക്കെ ബാധിച്ചതെന്ന് താങ്കൾക്ക്? എനിക്ക് ആ ഒരു സമീപനത്തോട് എനിക്ക് തീരെ യോജിപ്പില്ല. കാരണം അതൊരു ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള എനിക്ക് തോന്നിയത്. കാരണം അതൊരു എന്താ പറയുക, ഈ ഒരു സതുദ്ദേശത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടില്ല. ഇതിനകത്ത് ആവശ്യമില്ലാതെ വേൾഡ് ബാങ്കിനെ കയറ്റിക്കൊണ്ടുവരിക. നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഞാൻ ആ പ്രക്രിയയിൽ പങ്കാളിയായിട്ടുണ്ട്. പക്ഷേ ഞാൻ എവിടെയെങ്കിലും ഈ വേൾഡ് ബാങ്ക് വന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. റിച്ചാർഡ് ഫ്രാങ്കി എന്ന് പറയുന്ന ഒരു കക്ഷിയുടെ ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിലൊന്നും, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകം കേരള റാഡിക്കൽ റിഫോംസിനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളായാലും പിന്നീട് അദ്ദേഹം എഴുതിയിട്ടുള്ള ലേഖനങ്ങളായാലും ഒന്നും തന്നെ
ഏതെങ്കിലും തരത്തിൽ ഈ ജനകീയാസൂത്രണ പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ വികേന്ദ്രീകരണത്തെയോ ഒരു വേൾഡ് ബാങ്ക് പ്രോജക്റ്റുമായി ബന്ധിപ്പിക്കുന്നു. മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതേപോലെ അടുത്ത പിന്നീട് സംഭവിച്ചത് എന്താണ്, പിന്നീടുള്ള കാലത്ത് നമ്മൾ ADB എന്ന് വായ്പ വാങ്ങി, അതേപോലെ തന്നെ ഇപ്പം കിഫ്ബി എന്ന് പറയുന്നത് പുതിയ മോഡലിലേക്ക് നമ്മൾ എന്താ കിഫ്ബിയുടെ നമ്മൾ വായ്പ മേടിച്ചത് വിദേശത്ത് മസാല ബോണ്ടുകൾ വഴി വായ്പ വാങ്ങുന്നു. അത് ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ ഉയർന്ന റേറ്റാണ് പലപ്പോഴും നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. കാരണം അവർക്ക് നമ്മൾ വിശ്വാസമില്ല. അപ്പം അങ്ങനെയുള്ള ഒരു പുതിയ വികസന മാതൃകയിലേക്ക് നമ്മൾ വരികയാണ്. അല്ല, ആ മാതൃകയെ യഥാർത്ഥത്തിൽ എൻ്റെ ഒരു കാര്യം, ജനകീയാസൂത്രണത്തിൽ നമ്മൾ മുന്നോട്ട് വെച്ച വികസന മാതൃക പരാജയപ്പെട്ടത് കൊണ്ടാണോ ഇപ്പോൾ ഈ കിഫ്ബി മാതൃകയിൽ നമ്മൾ വരേണ്ടി വന്നത്? അല്ല ചെക്കുട്ടി, രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, പിന്നെ ഈ ജനകീയാസൂത്രണം എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ ഫണ്ടിൻ്റെ 25 to 30% എക്സ്പെൻഡിച്ചർ മാത്രമേ അതിൽ വരുന്നുള്ളൂ. 40% വരെ വന്നിരുന്നു ചില അവസരങ്ങളിൽ, മാക്സിമം വന്നിട്ടുണ്ട്. നമ്മളൊരു 30, മാക്സിമം 30, ഇപ്പോൾ 30ലേക്ക് അത് വരുന്നുള്ളൂ. 70% ഓഫ് ദ എക്സ്പെൻഡിച്ചർ വേറെ ഭാഗത്താണ് നടക്കുന്നത്. അത് നമ്മൾ അതാണ് പ്ലാൻ ഫണ്ടിൽ പിന്നെ 70% അവിടെയാണ് നടക്കുന്നത്. പിന്നെ പഞ്ചായത്തുകളിൽ ഇത് നടത്തിക്കൊണ്ടുവന്ന് ഈ 30% മാത്രമല്ല, പലതരത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് സഹായങ്ങൾ, മറ്റ് രീതിയിൽ അവരുടെ ഓൺ ഫണ്ട്, ഇതെല്ലാം വെച്ചുകൊണ്ടാണ് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ കിഫ്ബി എന്ന് എന്താണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാട്? കേന്ദ്ര ഗവൺമെൻറ് ഇന്ന് എടുക്കുന്ന നിലപാട് ഈ അവരുടെ ഈ പലതരത്തിലുള്ള FRBM നിയമം അതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി നമ്മൾക്ക് കടമെടുക്കാനോ അല്ലെങ്കിൽ നമ്മൾക്ക് ഇനീഷ്യേറ്റ് ചെയ്യാനോ പറ്റാവുന്നതിൻ്റെ പരിധി നമ്മുടെ സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൻ്റെ 3% ആണ്. അതെ, ആ 3%-നകത്തെ നമ്മൾ വായ്പ പരിമിതപ്പെടുത്തണം, അല്ലെങ്കിൽ ഏത് തരത്തിലുണ്ടാകുന്ന നമ്മളുടെ അഡീഷണൽ ആക്ടിവിറ്റിയും പരിമിതപ്പെടുത്തണം. അപ്പോൾ കാരണം 3% ഓഫ് ദി SDP എന്നുള്ളത് അവർ നേരത്തെ തന്നെ ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കിത് എങ്ങനെയാണ് ഇതിലേക്ക് ഒത്തിക്കാൻ പറ്റുക? നമ്മളുടെ ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്ന ധനക്കമ്മി എന്ന് പറയുന്നത് നമ്മളുടെ സംസ്ഥാന വരുമാനത്തിൻ്റെ 3%. ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? മൊത്തത്തിലുണ്ടാകുന്ന എക്സ്പെൻഡിച്ചറിൽ നിന്ന് റവന്യൂ വരുമാനം കിഴിച്ചു കിട്ടുന്ന തുകയാണ്. അപ്പം നിങ്ങൾക്ക് 3% എന്നുള്ളത് നേരത്തെ തന്നെ തീരുമാനിച്ച് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് 3%ലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ കുറയ്ക്കണം, അല്ലെങ്കിൽ റവന്യൂ വരുമാനം കൂട്ടണം. ഈ രണ്ട് മാർഗ്ഗങ്ങൾ ചെയ്താലും സാധാരണ ജനങ്ങളെയാണ് അത് ബാധിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്നത് എന്താണ്? വായ്പ വാങ്ങൽ. അപ്പോൾ വായ്പ ഒരു ഘടകമാണ്. വായ്പ വാങ്ങി ചെയ്യുന്നതുകൊണ്ട് തകർന്നു പോകുന്നൊന്നും ഞാൻ പറയുന്നില്ല. വായ്പയ്ക്ക് അനുസരിച്ച് അസറ്റ് ഉണ്ടാക്കാൻ സാധിച്ചാൽ അത് നല്ലതാണ്. വായ്പ വാങ്ങിയിട്ട് നിങ്ങൾ ദൂർത്തടിക്കുകയാണെങ്കിൽ അത് വേറെ കാര്യം. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫൈനാൻസ് എന്നുള്ള നിലയിൽ തന്നെ ഈ ബഡ്ജറ്റിൻ്റെ അകത്ത് വരാത്ത രൂപത്തിലുണ്ടാകുന്ന എക്സ്ട്രാ ബഡ്ജറ്ററി രൂപത്തിലുണ്ടാകുന്ന സംവിധാനങ്ങളെക്കുറിച്ചിട്ടുള്ള ആലോചന നടക്കണം. ആ നിലയ്ക്ക് അത് സയൻറ്റിഫിക്കാണ്. ചെയ്തിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് വളരെ രൂക്ഷമായ രീതിയിലുള്ള ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടി ആ പൈസയും കൂടി നമ്മളെ അല്ല, അത് ശരിയാണ്. കേന്ദ്ര ഗവൺമെന്റ് പിന്നെ ഇത് ബജറ്റിന്റെ ഭാഗമാക്കി നമ്മുടെ ബാധ്യതയുടെ ഭാഗമാക്കി. പക്ഷേ കേരളം മാത്രമല്ലല്ലോ, വേറെയും സ്റ്റേറ്റുകളിലെ എന്തുകൊണ്ടാണ് വേറെ ആരും ആ തരത്തിലുള്ള മാതൃക സ്വീകരിക്കുക? എന്താ വെച്ചാൽ നമ്മളുടെ നമ്മൾ എടുത്ത നിലപാട് പിന്നെ മറ്റുള്ളവരെ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കാനുള്ള കാരണം ഞാൻ പറയാം. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളൊരു കമ്മിറ്റഡ് സോഷ്യൽ എക്സ്പെൻഡിച്ചർ ഉണ്ട് കേരളത്തിൽ. അതിപ്പോൾ ഇടതുപക്ഷം ഭരിച്ചാലും വലതുപക്ഷം ഭരിച്ചാലും അതുണ്ട്. കാരണം നമ്മളുടെ എഡ്യൂക്കേഷണൽ ഇൻഫ്രാസ്ട്രക്ചർ വിന്യസിക്കപ്പെട്ട് കഴിഞ്ഞു. നമ്മളുടെ പബ്ലിക് ഹെൽത്ത് വിന്യസിക്കപ്പെട്ട് കഴിഞ്ഞു. നിങ്ങളുടെ റേഷൻ കടകൾ എല്ലാ പഞ്ചായത്തിലും എല്ലാ വാർഡുകളിലും ഓരോന്നുണ്ട്. നിങ്ങൾക്ക് 6-7 സ്കൂളുകളുണ്ട്, 2-3-4 ആസ്പത്രികളുണ്ട്, മെഡിക്കൽ ഈ സോഷ്യൽ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറിൽ നിന്ന് നമ്മളുടെ സോഷ്യൽ സെക്യൂരിറ്റി, പലതരത്തിലുള്ള പെൻഷനുകളും കാര്യങ്ങളും എല്ലാം ഈ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറിൽ നിന്ന് പിൻവലിയാൻ പറ്റില്ല. ഈ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ആ രൂപത്തിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ നടത്തുക എന്നുള്ളത് ഒന്നും അഡീഷണലി കേരളം മുമ്പോട്ട് പോയി എന്നുള്ളത് കേരളത്തിനെ പിന്നോട്ട് വലിക്കുന്ന ഒരു ഘടകമാണ് ഒരു പരിധി വരെ നമ്മുടെ ഈ വികസന സെക്കൻഡ് ജനറേഷൻ പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പിന്നെ ഇപ്പോൾ ശിശുമരണ നിരക്ക് ഏറ്റവും കൂടുതലുള്ള സ്ഥലത്താണ് അവരുടെ വരുമാനം കൊടുക്കാൻ. അതെ, ഫിനാൻസ് കമ്മീഷന്റെ നിലപാട് അങ്ങനെയാണ്. ഫിനാൻസ് കമ്മീഷന്റെ ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ അവർ തീർച്ചപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മളുടെ പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ്റെയും പലതരത്തിലുള്ള ഇടപെടലിൻ്റെയും ഭാഗമായി നേടിയിട്ടുള്ള ഈ സാമൂഹിക നേട്ടങ്ങൾ നമുക്ക് വിനയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് വേണ്ടത് എന്താണ്? കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ പൈസ തരുന്ന അവസരത്തിൽ ഓരോ സംസ്ഥാനവും നേടിയിട്ടുള്ള നേട്ടങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ചേഞ്ചിനാണ് നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത്. അതിനാണ് ഇന്നത്തെ ഫെഡറൽ വ്യവസ്ഥയിൽ സാധിക്കുന്നില്ല. അത് നമ്മൾ കേരളം പോലുള്ളൊരു സംസ്ഥാനം നേരിടുന്ന പ്രശ്നമായിട്ടാണ്. അല്ല, പലപ്പോഴും ഇത്തരം വികസന ചർച്ചകളിൽ പലപ്പോഴും ഈ വ്യക്തിഗതമായിട്ടോ രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങളിലേക്കാണ് എല്ലായ്പ്പോഴും. അതല്ല, ഇത്തരം എന്താ പറയുക, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. അത് പരസ്പരം യോജിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു
സമവായം ഉണ്ടാക്കി എടുക്കണം. ആ കാര്യത്തിൽ EMS പറഞ്ഞത് കറക്റ്റാണ്. കറക്റ്റാണ്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ ഒരു പരിധി വരെ മാത്രമേ അത് ഫോളോ ചെയ്യാൻ കഴിയുള്ളൂ എനിക്ക് അല്ല, തോന്നുന്നു. അത് എന്തുകൊണ്ട് അതിന് ശേഷം വന്നിട്ടുള്ള ഈ ഒരു നിയോ ലിബറൽ നിലപാടുകൾ കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള BJP ഗവൺമെന്റ്, അതിനു മുമ്പ് തന്നെ BJP ഗവൺമെന്റ് മാത്രം കുറ്റം പറഞ്ഞാൽ ഈ നവലിബറൽ സമ്പദ് വ്യവസ്ഥയുടെ അത് മൻമോഹൻ സിംഗ് ആണ് തുടങ്ങിയിരിക്കുന്നത് 91-ൽ. അന്ന് BJP ഇല്ല. FRBM നിയമങ്ങളൊക്കെ നമ്മൾ നിയമസഭയെ കൊണ്ട് പോലും പാസ്സാക്കിപ്പിക്കുന്നത് മൻമോഹൻ സിംഗ് ഉണ്ടായിരുന്ന അവസ്ഥയാണ്. അപ്പോൾ അത്തരം നിയന്ത്രണങ്ങളെ നമ്മൾ ഈ ഫെഡറൽ വ്യവസ്ഥയ്ക്ക് അകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെ നമ്മൾ എതിർത്തേ പറ്റുള്ളൂ. അതേ അവസരത്തിൽ ഇവിടെ നടക്കുന്ന തെറ്റുകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. ഇത് രണ്ടും നമ്മൾ ചെയ്യണം എന്നുള്ളത്, എങ്കിൽ മാത്രമേ നമുക്കൊരു ഇൻഡിപെൻഡന്റ് നിലപാടെടുക്കാൻ കഴിയൂ. അതാണ് താങ്കളുടെ 10-40 വർഷത്തെ ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ വളർച്ചയെക്കുറിച്ച്, കേരളത്തിൻ്റെ മുന്നോട്ടുള്ള ഭാവിയെക്കുറിച്ച് താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? എനിക്കൊരു ശുഭാപ്തി വിശ്വാസമുണ്ട്. ഞാൻ എല്ലാം തകർന്നു പോയെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ശുഭാപ്തി വിശ്വാസം ഉണ്ട്. എങ്ങനെ അറിയാം? നമ്മൾ തുടർന്നിട്ടുള്ള ഒരു രീതിയുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അധ്വാന ശേഷിയുടെ വികാസത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ അധ്വാന ശേഷി ഇന്ന് മെച്ചപ്പെട്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അത് കേരളത്തിന് പുറത്ത് മാത്രമാണ് റിസൾട്ട് കാണിക്കുക. കറക്റ്റ്, അത് താങ്കൾ പറഞ്ഞത് ശരിയാണ്, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ അവരെ നമുക്ക് അവിടെ ഇവിടെ കൊണ്ടുവരാനുള്ള സംവിധാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം നമ്മുടെ കുട്ടികൾ പുറത്തു പോയി പഠിക്കുന്നതിന് പകരം പുറത്തുള്ള കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറേണ്ടതായിട്ടുണ്ട്. അതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം അതിന് ആ വിഷൻ എനിക്ക് ഉള്ളത് കൊണ്ട് തകർന്നു പോയി എന്നുള്ള അഭിപ്രായം എനിക്കില്ല. നമ്മൾ മെനക്കെട്ടാൽ മെച്ചപ്പെടും എന്നുള്ള അഭിപ്രായം. താങ്ക് യു.